എല്ലാവർക്കും നമസ്കാരം. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു ബൈബിൾ സന്ദേശവുമായി നിങ്ങൾ സമീപത്തേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം, ഇന്ന് നാം ജീവിക്കുന്ന 2026 ലോകത്തിൽ നാം അനുഭവിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും മാനുഷികമായിരിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ജീവിത രീതികളും ബഹുമാനമില്ലാത്ത ലോകത്ത് ഗുരുക്കന്മാരെയും മാതാപിതാക്കന്മാരെയും മക്കളെയും വ്യക്തിത്വങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ചില അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ലോകം യാത്ര ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തും ലോകത്തും ഉണ്ടായിരുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണോ ഇപ്പോൾ നാം സഞ്ചരിക്കുന്നത്? ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് തമ്മിൽ യാതൊരുവിധ സ്നേഹമോ ബഹുമാനമോ കടപ്പാടോ അല്ലെങ്കിൽ അന്യോന്യം സ്നേഹ സഹകരണങ്ങളോ ഏതെങ്കിലും ഇതിലുണ്ടോ? മനുഷ്യൻ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മറ്റ് വിവേചനത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കൊന്ന് ചത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. മനുഷ്യരെല്ലാം ലഹരിക്കും അടിമപ്പെട്ട് തങ്ങളുടെ മാതാപിതാക്കന്മാരെയും തിരിച്ചറിയാൻ കഴിയാതെ അവരെയും തല്ലിക്കൊന്ന്, സഹോദരിമാരെ തിരിച്ചറിയാൻ കഴിയാതെ, മക്കളുമാരെ തിരിച്ചറിയാൻ കഴിയാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു പ്രത്യേകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ എന്നാണ്. ശ്രദ്ധിക്കണം, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമാണെന്നാണ്. ഇന്ന് നാം കാണുന്ന അനുഭവം അങ്ങനെയല്ലേ? മനുഷ്യരെല്ലാവരും മൃഗങ്ങൾക്ക് തുല്യമാണ്. ഈ മാനത്തോടിരിക്കുന്നു പറഞ്ഞാൽ ദൈവത്തോടുകൂടി ദൈവത്തെ നോക്കി ജീവിക്കേണ്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ വേണ്ട, ദൈവത്തെ ശത്രുവായി കണ്ടുകൊണ്ട് ദൈവവിരോധപരമായി തീർന്നിരിക്കുന്ന മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. നശിച്ചു പോകുന്ന മൃഗത്തിന് ആത്മാവില്ല, അതിന് ജീവൻ മാത്രമേ ഉള്ളൂ. അതിന് നശിച്ചു പോകുക, അതിനടുത്തൊരു ജന്മമില്ല. എന്നാൽ മനുഷ്യനൊന്നുമല്ല, മനുഷ്യന് ജീവനുമുണ്ട് ആത്മാവുമുണ്ട്. അവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ് സത്യം. മരിച്ചാലും ജീവിക്കുമെന്നുള്ള സത്യം 2 സ്ഥലമുണ്ട്. 2 നിത്യതയാണ്. ഒന്ന് നരകവും 2 സ്വർഗവും. ഈ 2 സ്ഥലത്തും ഈ മനുഷ്യൻ ജീവിക്കും. നരകം ഒരിക്കലും മനുഷ്യന് വേണ്ടിയുള്ളതല്ല. നരകം പിശാചിനും അവൻ്റെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യന് വേണ്ടിയുള്ളത് സ്വർഗമാണ്. വിവേകഹീനനായി തീർന്ന മനുഷ്യരാണ് നരകത്തിൽ പോകുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിലും പോകും. എന്നാൽ ഇന്ന് കാണുമ്പോൾ സകല മനുഷ്യരും വിവേകഹീനരായി മൃഗപ്രായരായി മൃഗത്തിന് തുല്യരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തി കൊണ്ടും എല്ലാം ഒടുവിൽ അവർ മൃഗത്തെ പോലെ മരിച്ച് നരകത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വേദഭാഗത്തിൽ യേശുക്രിസ്തു ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ഉണ്ടാകുമെന്ന്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ഉണ്ടാകും. എങ്ങനെയെന്ന് കാണിക്കുന്നത്? ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയുവോളും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാവുന്നു എന്നുള്ളത്. നോഹയുടെ കാലം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തി ഉണ്ടായിട്ട് ഇന്ന് 6026 വർഷമായി. 2 നിത്യതയാണ്. ഒന്ന് നരകവും 2 സ്വർഗവും. ഈ 2 സ്ഥലത്തും ഈ മനുഷ്യൻ ജീവിക്കും. നരകം ഒരിക്കലും മനുഷ്യന് വേണ്ടിയുള്ളതല്ല. നരകം പിശാചിനും അവൻ്റെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യന് വേണ്ടിയുള്ളത് സ്വർഗമാണ്. വിവേകഹീനനായി തീർന്ന മനുഷ്യരാണ് നരകത്തിൽ പോകുന്നത്.
മാനത്തോടിരിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിലും പോകും. എന്നാൽ ഇന്ന് കാണുമ്പോൾ സകല മനുഷ്യരും വിവേകഹീനരായി മൃഗപ്രായരായി മൃഗത്തിന് തുല്യരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തി കൊണ്ടും എല്ലാം ഒടുവിൽ അവർ മരണം മൃഗത്തെ പോലെ മരിച്ച് നരകത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വേദഭാഗത്തിൽ യേശുക്രിസ്തു ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ഉണ്ടാകുമെന്ന്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ വരവും ഉണ്ടാകും. എങ്ങനെയെന്ന് കാണിക്കുന്നത്? ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയുവോളും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാവുന്നു എന്നുള്ളത്. നോഹയുടെ കാലം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഉൽപ്പത്തി ഉണ്ടായിട്ടുണ്ട് 2026 വർഷമായി. അതിനുശേഷം ആദാമിന് ശേഷം 1056-ാമത്തെ വർഷത്തിലാണ് നോഹ ജനിക്കുന്നത്. അതിനുശേഷം ഏകദേശം നോഹയ്ക്ക് 480 വയസ്സുള്ളപ്പോഴാണ് ദൈവം ലോകത്തിലേക്ക് നോക്കി താൻ നിർമ്മിക്കപ്പെട്ട മനുഷ്യരെ ചൊല്ലി ദുഃഖിക്കുന്നത്. നോഹയ്ക്ക് 480 വയസ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 1536-ാം ആണ്ടിലാണ്, BC 1536-ാം ആണ്ടിലാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത്. ദൈവം ലോകത്തിലേക്ക് നോക്കിയപ്പോൾ നീതിമാനായിട്ട് ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ദൈവത്തെ വിട്ട് വളരെ മ്ലേച്ഛകരമായി മൃഗത്തെ പോലെ ജീവിക്കുന്നതും തിന്ന് കുടിച്ച് ആനന്ദിച്ച് മദ്യലഹരിക്ക് അടിമപ്പെട്ട് സ്വസ്നേഹികളായി ബഹുമാനമില്ലാത്തവരായി ദൈവഭയമില്ലാത്തവരായി അത്രത്തോളം അവഹേളനത്തിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ ദൈവം ലോകത്തിലേക്ക് നോക്കിയപ്പോൾ കൃപ ലഭിച്ചവനായിട്ട് നോഹയെ മാത്രമേ കാണുവാൻ കഴിയൂ. നീതിമാനായിട്ട് നോഹയെ മാത്രമേ ദൈവം കാണുവാൻ കഴിയുള്ളൂ. നോഹ മുഖാന്തരം നോഹയുടെ കുടുംബത്തിനും ദൈവ കൃപ ലഭിച്ച് ഭാഗ്യമുണ്ടായി. തൽഫലമായിട്ട് ദൈവം ലോകത്തെ ന്യായം വിധിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ദൈവം നോഹയോട് കൽപ്പിച്ചത് പെട്ടകം ഉണ്ടാക്കണം. പെട്ടകത്തിൻ്റെ തടിയുടെ പേരും അതുപോലെ തന്നെ നീളം, വീതി, ഉയരം, ആഴം, മറകൾ സകലതും ദൈവം പറഞ്ഞ പ്രകാരം ഉണ്ടാക്കി. വേണമെങ്കിൽ ദൈവത്തിന് അത് കുറച്ച് ദിവസം കൊണ്ട് തീർക്കാമായിരുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നില്ല, 120 വർഷമെടുത്തു പെട്ടകം പണി തീർക്കാൻ വേണ്ടിയിട്ട്. എന്തിനെന്നാൽ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം അത്രത്തോളമായിരുന്നു. കാരണം മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെയാണ്. കാരണം വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത് സകല ജീവജാലങ്ങളും ചരാചരങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. കാരണം മനുഷ്യനെ ദൈവം ഉണ്ടാക്കി സകലതും ഉളവാകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യനെ ദൈവം ഉണ്ടാക്കി ദൈവത്തെ പോലെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ ജീവനാണ് മനുഷ്യനിൽ ഊതി കൊടുത്തത്, ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യരെ ഓർത്തിട്ട് അത്രയും വേദനിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ആ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം ആഗ്രഹിച്ചിട്ട് അല്പനാൾ കൊണ്ട് തീരാമായിരുന്ന പണി ദൈവം 120 വർഷം എടുത്ത് നോഹയും കൊണ്ട് പണിയിച്ച് നോഹ പെട്ടകം പണിയും ചെയ്ത് നീതിപ്രസംഗിയായ 1 പത്രോസ് ലേഖനം നാം കാണുന്നത് 2-ാം അധ്യായത്തിൽ നീതിപ്രസംഗിയായ നോഹ അതോടൊപ്പം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും 120 വർഷം നടന്ന് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു. ജലപ്രളയത്താൽ ന്യായം വിധിക്കാൻ പോകുന്നു. നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ രക്ഷിക്കപ്പെടണം, അതിനുവേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് പെട്ടകത്തിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ഈ നോഹ ലോകത്തെല്ലായിടത്തും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയിച്ചു. ഒരു മനുഷ്യൻ പോലും അത് കേട്ട് വിശ്വസിച്ചില്ല. കാരണം അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ലോകമാണ് അവരുടെ സ്വർഗവും സന്തോഷവും. അവർ തിന്ന് കുടിച്ച് ആനന്ദിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്ത് ഇതൊക്കെ സംഭവിക്കുവോളം, ആ പെട്ടകത്തിൻ്റെ പണി തീർന്ന് ദൈവം വാതിൽ അടയ്ക്കുവോളം അവരതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എല്ലാവരും ആ നിലയിൽ വളരെ മോശമായ മ്ലേച്ഛമായ നിലയിൽ ദൈവത്തിന് നകന്ന് ദൈവത്തിന് വിരോധപരമായ നിലയിൽ ജീവിക്കുവാൻ ആരംഭിച്ചു. ഒടുവിൽ ദൈവം മോശയും ജീവജാലങ്ങളിൽ നിന്ന് ഓരോ കുടുംബത്തെയും ഉറുമ്പ് വരെ ഓരോ കുടുംബത്തെയും പെട്ടകത്തിനടുത്ത് അകത്ത് കടത്തി അവർക്ക് തീറ്റയെല്ലാം കടത്തി നോഹയും തൻ്റെ കുടുംബത്തെയും 3 ആൺമക്കളെയും തൻ്റെ 3 മരുമക്കളെയും അങ്ങനെ 8 പേര് ചേർന്ന് പെട്ടകത്തിനകത്ത് കടക്കുകയും ദൈവം വാതിലടക്കുകയും ചെയ്ത് ദൈവം പറഞ്ഞതുപോലെ ജലപ്രളയത്താൽ ന്യായം വിധിക്കപ്പെടുവാനിടയായി. അതുവരെ അവരറിഞ്ഞില്ല. പക്ഷേ
വെള്ളം കടന്ന് കയറി ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് കണ്ടപ്പോൾ അവർ ഇറങ്ങി ഓടി നിലവിളിക്കാൻ തുടങ്ങി. ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പെട്ടകത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടാൻ തുടങ്ങി. ദൈവം അടയ്ക്കപ്പെട്ടത് മനുഷ്യന് തുറക്കാൻ കഴിയാത്തതുപോലെ തന്നെയാണ് ദൈവം ആ ജനങ്ങളെല്ലാം നശിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. എൻ്റെ പ്രിയരെ, ശേഷിപ്പോയിത്തീരുന്ന നോഹ മുഖാന്തരം പിന്നെ ലോകമുണ്ടായി. ലോകത്തിന് ശേഷം യേശുക്രിസ്തു മുഖാന്തരം ഈ നോഹയുടെ കാലത്ത് ഉണ്ടായതുപോലുള്ള ന്യായവിധി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് ദൈവം വെച്ചിരിക്കുന്നു. ഈ യേശുക്രിസ്തു ഈ പെട്ടകത്തിനൊരു സമാനമാണ്. സകല ലോകത്തെയും ദൈവം വീണ്ടും സ്നേഹിച്ചത് കൊണ്ടും ഒരു മനുഷ്യനും നരകത്തിലേക്ക് പോകരുതെന്നുകൊണ്ട് അടുത്തൊരു ന്യായവിധി ദൈവം പ്രഖ്യാപിച്ചതുകൊണ്ട് ആ ന്യായവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ദൈവം തന്നെ എൻ്റെ പരിഹാര മാർഗം ഒരുക്കി മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവം തന്നെ പരിഹാര മാർഗം ഒരുക്കി എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നിശ്ചയിച്ചിരുന്നത് രക്തം ചൊരിഞ്ഞ് പാപവിമോചനമെന്ന് എബ്രായലേഖനം 9:22 ദൈവം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ രക്തം ചൊരിഞ്ഞു എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യ രക്തവും സകല ജീവജാലങ്ങളുടെ രക്തവും പാപപങ്കിലമായി ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുവാണ്. ഒരുത്തൻ്റെ രക്തവും നീതീകരിക്കപ്പെടുന്നില്ല. എല്ലാവരും പാപികളാണ്. ദൈവത്തോട് കാണിച്ച അനുസരണക്കേടാണ് പാപി. പാപം അല്ല എന്ന് നാം പറയുമ്പോഴും പാപി എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടമല്ല. എന്നാൽ പാപമില്ല എന്ന് നാം പറയുമ്പോഴും പാപം ആണ് എന്ന് നാം നിശ്ചയമായി പറയുന്നുണ്ട്. കാരണം ഈ ലോകത്തിൽ പാപമില്ലായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമില്ലായിരുന്നു, കോടതിയുടെ ആവശ്യമില്ലായിരുന്നു, നിയമപാലകരുടെ ആവശ്യമില്ലായിരുന്നു, അങ്ങനെ ഒരു അധികാരികളുടെ ആവശ്യമില്ലായിരുന്നു. ഇവിടെ എല്ലാം അധികാരികളും പാപങ്ങളും പാപപരമായിരിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷയ്ക്കായിരിക്കുന്ന കോടതികളും നിയമപാലകരും ഇവിടെ ഉണ്ടായിരുന്നു. പാപത്തിനൊരു ഗുരുകുലം ഉണ്ടായിരുന്നു. ഒരിക്കലും പാപം പഠിപ്പിക്കുന്ന ഒരു ഗുരുകുലം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും രക്തത്തിൽ അണിഞ്ഞിരിക്കുന്ന പിതാവിൽ നിന്ന് മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കപ്പെടുന്ന സകല മനുഷ്യരും പാപത്തിൽ ജനിക്കപ്പെടുന്നു. ഇല്ലെങ്കിൽ എയ്ഡ്സ് രോഗം പകരുന്നത് പോലെ, ക്യാൻസർ പകരുന്നത് പോലെ രക്തത്തിലൂടെ പാപം പകർന്നു പോവുകയാണ്. ഒരു കുഞ്ഞ് വളരുമ്പോൾ കുഞ്ഞിനെ പാപം ചെയ്യാനോ കള്ളം പറയാനോ ആരും പഠിപ്പിക്കണ്ട, അത് തന്നെത്താൻ ചെയ്തുകൊള്ളും. എന്നുവെച്ചാൽ മനുഷ്യനിൽ പാപം അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. സകല മനുഷ്യരും പാപത്തിൻ്റെ ശിക്ഷയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നരകത്തിൽ പോകും. മരണം എന്ന് പറയുന്നതാ ശാരീരിക മരണമല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് 2 മരണമുണ്ട്. ഒന്ന് ശാരീരിക മരണം, ശാരീരികമായ നിദ്ര. രണ്ടാമത്തെ മരണമാണ് ആത്മീയമായ മരണം. അത് പാപത്തിൻ്റെ മരണമാണ്. ആ പാപത്തിനുള്ള മരണത്തിൽ ആരും അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സകല മനുഷ്യരെയും ദൈവം സ്നേഹിച്ച് അവരെ വീണ്ടെടുക്കുവാൻ, അവരെ വില കൊടുത്ത് വാങ്ങുവാൻ ദൈവം ആഗ്രഹിച്ചിട്ട് സകല ലോകത്തിലെ മനുഷ്യർ, നമ്മൾ പറയുമ്പോൾ പല മനുഷ്യരെയും ജാതിപരമായി വർണ്ണപരമായി മേലാളന്മാരും കീഴാളന്മാരും എന്ന് പറഞ്ഞ് പല നിലയിൽ നമ്മൾ ജാതിപരമായി മാറ്റും. എല്ലാ മനുഷ്യരും ഒരു ശരീരം, ഒരു രക്തം, ഒരു ജീവനായിരിക്കുമ്പോൾ തന്നെ എല്ലാ മനുഷ്യരും രക്ഷിപ്പാനും വീണ്ടെടുക്കുവാനും ദൈവം ആഗ്രഹിച്ചിട്ട് ദൈവം സകല ലോകത്തെ സ്നേഹിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത്രയ്ക്ക് സ്നേഹിച്ചു. ആരാണ് അവൻ? യേശുക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി നൽകി, എല്ലാ മനുഷ്യർക്കും വേണ്ടി നൽകി. നാം പല നിലയിൽ മനുഷ്യനെ കാണുമ്പോഴും ദൈവം അത് കാണാതെ എല്ലാ മനുഷ്യരും, ഏതുതരം ജാതിയൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ദൈവം നിർമ്മിച്ചത് മനുഷ്യനാണ് മതങ്ങളെ നിർമ്മിച്ചത്, മതങ്ങളാണ് ദൈവങ്ങളെ നിർമ്മിച്ചത്. അപ്രകാരമാണ് മനുഷ്യൻ ജാതി സമ്പ്രദായം ഉണ്ടാക്കിയത്. ഇന്ന് അധികാരത്തിന്റെ കീഴിൽ ജാതികളാൽ പലർക്കും സംവരണം അതും കൊടുത്തു. പക്ഷെ ദൈവത്തിന്റെ തന്നിൽ ഒരു ജാതിയുമില്ല. എല്ലാവരും ഒരേ ജാതി, സ്ത്രീ ജാതി, പുരുഷ ജാതി, ഒരു രക്തം, ഒരു ശരീരം, ഒരു ജീവൻ. എല്ലാ മനുഷ്യരും ജനിച്ചു മരിക്കും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് പാപത്തിൽ മരിക്കുന്നോ, നിത്യ നരകത്തിൽ പോകുമോ, സ്വർഗത്തിൽ പോകുമോ എന്ന് അവനവൻ തീരുമാനിക്കണം. അതിനുവേണ്ടി എല്ലാവർക്കും പാപബോധം പരിഹാര മാർഗം ദൈവം കൊടുത്ത് എല്ലാവർക്കും വേണ്ടി പാപത്തിന്റെ പരിഹാര മാർഗം ഒരുക്കി. എന്താണ് മാർഗം? യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തിന് യേശുക്രിസ്തുവിനെ നൽകി എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പാപത്തിന്റെ പകരക്കാരനെ മരിപ്പാൻ ക്രൂശിൽ മേൽ മരിക്കപ്പെടുവാൻ ഏൽപ്പിച്ച് ഈ ഭൂമിയിലൂടെ ജനിച്ച കർത്താവ് 30 വയസ്സ് തൊട്ട് 33.5 വയസ്സ് വരെ ലോകത്തെല്ലാ മനുഷ്യരുടെ ഇടയിലും ജീവിച്ച് താൻ ദൈവമാണെന്ന് കാണിച്ച് തൻ്റെ പരീക്ഷ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഒടുവിൽ പരീക്ഷന്മാരുടെ ശാസ്ത്രിമാരുടെയും അതുപോലെ പല അധികാരികളുടെ മുമ്പിലും ഒടുവിൽ പീലാത്തോസിന് മുമ്പിലും വിസ്തരിക്കപ്പെട്ടിട്ട് ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. അവൻ ചെയ്ത കുറ്റമെന്തെന്ന് ചോദിച്ചു. അവിടെ ചോദിച്ചതിന് മറുപടി പറഞ്ഞ്, അവൻ ചെയ്ത കുറ്റമെന്ത് ഞങ്ങൾക്ക് അറിയണ്ട, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും നിരട്ടെ എന്ന് അന്നത്തെ യഹൂദന്മാർ അല്ലെങ്കിൽ ലോകം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. സകല മനുഷ്യൻ്റെ ജനിച്ചവർക്കിടെയും ജീവിക്കുന്നവരുടെയും
ജനിക്കാനിരിക്കുന്നവരുടെയും സകല ലോക മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരകനായി ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ മരണത്തെ വർണ്ണിക്കുമ്പോൾ അവന് മരണം വിധിക്കപ്പെട്ട് ആ ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവുമില്ലാത്ത സകല മനുഷ്യനെ നിർമ്മിച്ചവനും വീണ്ടും സ്നേഹിച്ച് അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊടുത്ത ഈ യേശുക്രിസ്തു ശത്രുവിനെ സ്നേഹിച്ച് സകല മനുഷ്യന്റെ പാപത്തിന്റെ പകരക്കാരനായി കാൽവരി ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്റെ ശരീരം തകർത്തരിപ്പണമാക്കി അർത്ഥപ്രാണന തകർക്കപ്പെട്ട് ഒടുവിൽ ഗോൽഗോത്താ മലയിൽ കൊണ്ടുപോയി ആകാശത്തിന് ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ട് കൈകാലുകൾ കെട്ടപ്പെട്ട് വലിച്ചില്ല, 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് വലിച്ചില്ല, തന്റെ ശരീരം നീളത്തിൽ ഉരുവചാലുകളെ പോലെ കീറിമുറിച്ച് അസ്ഥികളൊക്കെ കാണത്തക്കവണ്ണം തകർത്ത് തരിപ്പണമാക്കി രോമം പറിച്ചവൻ ഒന്നും പറഞ്ഞില്ല, തുപ്പി തലയിൽ മുൾക്കിരീടങ്ങൾ മടഞ്ഞ് ആഞ്ഞടിച്ച് യഹൂദന്മാരുടെ രാജാവേ എന്ന് പറഞ്ഞ് പരിഹരിച്ച് അടിച്ചു. എന്നിട്ടും അവൻ ഒന്നും പറഞ്ഞില്ല. സകല മനുഷ്യന്റെ പാപം അത്ര ഭയങ്കരമായിരുന്നു, ആ പാപത്തിന്റെ ശീഷ്ണത അത്ര ഭയങ്കരമായിരുന്നു, പാപത്തിന്റെ അനുഭവം നരകം അത് ഭയങ്കരമായിരുന്നു. എൻ്റെ മക്കളായിരിക്കുന്ന ഒരു മനുഷ്യനും നരകത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹിച്ച് സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരകനായ ക്രൂശിന്മേൽ പൂർണ്ണമായി സമർപ്പിച്ച് മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്നവനാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സകല ലോക മനുഷ്യർക്കും പാപപരിഹാര മാർഗം ഒരുക്കി വിശ്വസിക്കുന്നവർക്ക്. പ്രിയപ്പെട്ടവരെ, രക്തത്താൽ പാപപരിഹാര മാർഗം. യോഹന്നാൻ 1:7 വായിക്കുന്ന അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പിന്നെ നമുക്ക് കാണുന്നത്, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം മതിയായത്. നീ എത്ര വലിയ പാപം ചെയ്ത് കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞാലും എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ക്ഷമിക്കപ്പെടുന്ന ഒരു കർത്താവുണ്ട്. ഈ ലോകത്തിൽ ക്ഷമിക്കപ്പെടുന്ന ദൈവങ്ങളെന്ന് പറയുവാൻ ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? മനുഷ്യനുണ്ടാക്കപ്പെട്ട അനേക ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങളൊക്കെ ന്യായവിധിയാണ് വെച്ചിരിക്കുന്നത്. ഈ ദൈവങ്ങളൊക്കെ എല്ലാവരും ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവങ്ങൾ ആരെങ്കിലും രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ ആരെങ്കിലും ഉണ്ടോ? ഒരിടത്തുമില്ല. എന്നാൽ യേശുക്രിസ്തുവാണെങ്കിൽ അങ്ങനെയല്ല. സകല മനുഷ്യരും രക്ഷിക്കുക മാത്രമല്ല, ഞാൻ ഇരിക്കുന്നിടമായി സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് തന്നിട്ടുള്ളവനാണ് കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നാം വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പിതാവിൻ്റെ അനേക വാസസ്ഥലമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ വീണ്ടും വന്നാൽ അതിനുശേഷം ഞാൻ ഇരിക്കുന്ന ഉയരത്തിൽ നിങ്ങളെ ഇരുത്തുവാൻ ഞാൻ വരുമെന്നുള്ള വാഗ്ദത്തമാണ് തന്നിരിക്കുന്നത്. അത്ര വലിയ വാഗ്ദാനമാണ് തന്നിരിക്കുന്നത്. ലോകത്തിൽ പല നവോത്ഥാന നായകന്മാരും പല സംഘടനകളും പല മനുഷ്യന്റെ പീഡനങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ ഉലക നായകന്മാർ ഒരുപാട് പേർ വന്നിട്ടുണ്ട്. ഇവരാരെങ്കിലും ഏതെങ്കിലും സംഘടനകൾ ഏതെങ്കിലും വ്യക്തിത്വങ്ങൾക്ക് നമ്മൾ രക്ഷിക്കാമെന്നൊരു വാഗ്ദാനം തരുന്നത് കാണുവാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരിടത്തുമില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, നിങ്ങളുടെ പാപത്തിന്റെ പകരക്കാരനാണ് ഞാൻ മരിച്ചു, 3-ാം നാൾ ഉയർത്തെത്തി ഇന്നും എന്നേക്കും ജീവിക്കുന്നത്. ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ കഴിയുമോ? റോമാലേഖനം അതിനുള്ള പരിഹാരമാർഗം. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുന്നത്, നമ്മുടെ പാപത്തിന്റെ പകരക്കാരനെ മരിച്ചു കിടക്കപ്പെട്ട് ജീവിക്കുന്ന യേശുക്രിസ്തു പറയുവാണ്. എന്താ പറഞ്ഞത്? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായിട്ട് വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്താണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്? എൻ്റെ പാപത്തിന്റെ പകരക്കാരൻ ഞാൻ അനുഭവിക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണം എനിക്ക് വേണ്ടി പകരമായിട്ട് അനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് ജീവിക്കുന്ന യേശുക്രിസ്തു എനിക്കുള്ള ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുവാണ്. ഇനി കർത്താവ്, ഞാൻ ഒരു പാപിയാണ്, അങ്ങനെ പാപത്തിന്റെ പകരം മരിച്ചോട് ജീവിക്കുന്നു വിശ്വസിക്കുന്നു, അങ്ങനെ പുണ്യാഹ രക്തത്താൽ എൻ്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ, ഈ കൊളരായ്മ ജീവിതങ്ങളിൽ നിന്ന് രക്ഷിച്ച് ദൈവമകനാക്കി നല്ലൊരു വ്യക്തിത്വമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നീ രക്ഷിക്കപ്പെടുമെന്ന. പ്രിയപ്പെട്ടവരെ, താങ്കൾ ആരോ ആകട്ടെ, ഏത് മതസ്ഥരോ ആകട്ടെ, താങ്കളെ രക്ഷിപ്പാനാണ് യേശുക്രിസ്തു വന്നത്. താങ്കൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? 5 പൈസ മുടക്കില്ല, ഒരു തീർത്ഥാടനത്തിന് ആവശ്യമില്ല. മനുഷ്യനെല്ലാവരും ഈശ്വര വിശ്വാസി ആയതുകൊണ്ടാണ് പല സ്ഥലത്തും അവർ തീർത്ഥാടനങ്ങളൊക്കെ നടത്തുന്നത്. അവർ രക്ഷിക്കുന്നുണ്ടോ? ഈ തീർത്ഥാടനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും പല അനുഭവങ്ങളിലും പൊയ്ക്കോളൂ, നല്ലതാണ്. നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ അധ്വാന ഫലം കൊണ്ടോ പ്രവൃത്തി ഫലം കൊണ്ടോ പാരമ്പര്യ മാർഗം കൊണ്ടോ നിങ്ങളെ രക്ഷിക്കുന്നില്ല. പിന്നെ 1 പത്രോസ് ലേഖനം 1:18-19 നിങ്ങളുടെ പിതൃപാരമ്പര്യമായി നടപ്പിൽ നിന്ന് പൊന്നു വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ നിർദോഷം നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ പാപമോചനം. അപ്രകാരമുള്ള വാഗ്ദാനമാണ് യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. ഈ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ പാപങ്ങളിൽ നമുക്ക് മോചനം ലഭിക്കും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ജീവിച്ചോ അതിനെല്ലാം മാറ്റം വരും. ഒരു സ്വബോധമുള്ളവനായിത്തീരും, നല്ലൊരു മനുഷ്യനായിത്തീരും, നല്ല കുടുംബത്തിനൊരു ഭർത്താവായിത്തീരും, കുടുംബത്തിനൊരു ഭാര്യയായിത്തീരും.
മാതാപിതാക്കന്മാർ നല്ല മക്കളായിത്തീരും, രാജ്യത്ത് നല്ല വ്യക്തിത്വങ്ങളായിത്തീരും, മദ്യലഹരിയിൽ നിന്നെല്ലാം വർജനമായിരിക്കും, അന്യോന്യം മനുഷ്യനെ സ്നേഹിക്കും, സഹായിക്കും. ശത്രുവിന് യേശു കർത്താവ് ശത്രുവിനെ സ്നേഹിപ്പിൻ, ആ ശത്രുവിന് ആഹാരങ്ങൾ കൊടുത്ത് അവരെ സ്നേഹിക്കുന്നവരായിരിക്കും. മതവ്യത്യാസം കൂടാതെ, മനുഷ്യൻ നിർമ്മിച്ച മതവ്യത്യാസം കൂടാതെ അന്യോന്യം സഹോദരങ്ങളാണെന്ന് കണ്ട് അന്യോന്യം സകലരും സ്നേഹിക്കുന്നവരായിത്തീരും. ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം അതാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടും ഞാൻ ആ യേശുക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞത് കൊണ്ടുമാണ് പ്രിയപ്പെട്ട ലോഹരായിരിക്കുന്ന ജനങ്ങളെ നിങ്ങളോട് ഞാൻ ഇത് അറിയിക്കുന്നത്. ഇത് അറിയിക്കാതിരുന്നാൽ ഞാൻ നന്ദി കെട്ടവനാണ്. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കും. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായി. അതിൻ്റെ അടയാളങ്ങളാണ് ഈ ലോകത്ത് നാം കാണുന്നത്. പലവിധമായ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും വലിയ പീഡനങ്ങളും ഉപദ്രവങ്ങളും പ്രകൃതിയിൽ ക്ഷോഭങ്ങളും ചൂട് കഴിഞ്ഞ 10 വർഷം മുമ്പുണ്ടായ അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ വർഷം മരണങ്ങളുടെ നിരക്ക് കൂടുന്നു, പ്രകൃതി ക്ഷോഭങ്ങൾ കൂടുന്നു, രാജ്യമെല്ലാം യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്നു. പലവിധ മഹാമാരികൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ, അതുപോലെ തന്നെ ക്ഷാമങ്ങൾ ഇത്യാദി പ്രശ്നങ്ങളുടെ അതിക്രൂരമായ അനുഭവങ്ങളിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറകളിൽ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം വലിയ അപകടമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ വേറൊരു മാർഗമില്ല. ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട നാമമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു സകല മനുഷ്യരെയും സ്നേഹിച്ച് അവരുടെ പാപത്തിന്റെ പരിഹാരം മരിച്ചുറപ്പും ജീവിക്കുന്നു. ഈ യേശു ക്രിസ്തുവിനെ താങ്കളും താങ്കളുടെ ഹൃദയത്തിലേക്ക് രക്ഷകൻ കർത്താവ് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കപ്പെടും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദി, നമസ്കാരം.